എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് കുറേ പേരായി പറയണു കോൺടാക്ട് ലെൻസിനെ കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ പല ലുക്സിനും കോൺടാക്ട് ലെൻസ് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട് കേട്ടോ, അതിങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എനിക്ക് കണ്ണിന് പ്രശ്നമുള്ളതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് കാഴ്ച ദൂരേക്ക് പ്രശ്നമുള്ളതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ കോൺടാക്ട് ലെൻസ് വെക്കുന്നത്. ഞാൻ കണ്ണട വെക്കുന്ന ഒരാളും കൂടിയാണ് കേട്ടോ. കുറേ പേര് ലേസർ അത് ട്രൈ ചെയ്ത് നോക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വയസ്സ് വരെയാണ് എൻ്റെ അറിവിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിൽക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് ചിലപ്പോൾ അത് മാറാന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, അങ്ങനെയാകുമ്പോൾ എനിക്ക് ഇതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കേണ്ടിയൊക്കെ വരും. അതൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാരില്ല, കോൺടാക്ട് ലെൻസ് കണ്ണടയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല അത് കാരണം. അപ്പോൾ അങ്ങനെ മാറ്റണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ വന്നു തുടങ്ങിയത് ഒരു കോളേജ് അങ്ങനെയൊക്കെ ആ സമയത്ത്, സ്കൂൾ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് കണ്ണട വെച്ച് തുടങ്ങിയത്. അപ്പം അതുവരെ എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്തൊന്നും വെച്ചില്ലെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കത് കൂടിയത് ഞാനിങ്ങനെ ഇതിൻ്റെ ഉപയോഗം, അതായത് നമ്മുടെ ഈ സ്ക്രീൻ നോക്കണതും അങ്ങനെയൊക്കെയുള്ള ഉപയോഗം കൂടിയിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷമാണ് പവറൊക്കെ കൂടി പിന്നെ സ്ഥിരമായിട്ട് കണ്ണട വയ്ക്കുക എന്നുള്ള രീതിക്കായിട്ടുള്ളത്. അപ്പോഴും വെച്ചില്ലെങ്കിലും എനിക്ക് കാണുകയൊക്കെ ചെയ്യാം, പക്ഷെ പിന്നീട് തലവേദന വരും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൺടാക്ട് ലെൻസ് വെക്കണത്. പക്ഷേ ഞാൻ കൂടുതലും കളേർഡ് ലെൻസാണ് വെക്കുക. ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ട് കോൺടാക്ട് ലെൻസ്, പക്ഷെ ഇത് പ്ലെയിനാണ്. ഇങ്ങനെ ആർക്കും മനസ്സിലാവില്ല, കോൺടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ടെന്നേ മനസ്സിലാവില്ല. ഇത് പ്ലെയിനാണ്, പവറുള്ള പ്ലെയിൻ കോൺടാക്ട് ലെൻസ്. അത് ഭയങ്കര റെയർ ആയിട്ടേ ഞാൻ വെക്കാറുള്ളൂ. വീഡിയോസിലൊക്കെ വരുമ്പോൾ മിക്കവാറും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന വീഡിയോസിലൊന്നും ഞാൻ കോൺടാക്ട് ലെൻസും കണ്ണടയൊന്നും വെക്കാറില്ല. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. പക്ഷെ ഒരു ലുക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ലേ, അതിന് കോൺടാക്ട് ലെൻസ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ ഒരു ഭംഗി എടുത്തറിയാം. എനിക്ക് പണ്ട് മുതൽക്കേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേറെ, അതായത് ഇപ്പം എൻ്റെ കണ്ണൊരു ഡാർക്ക് ബ്രൗൺ കണ്ണാണ്. യൂഷ്വലി നമുക്ക് ഉണ്ടാവുക ഇന്ത്യൻസിന് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ബ്ലാക്കും ഡാർക്ക് ബ്രൗൺ കണ്ണാണല്ലോ കോമൺ ആയിട്ടുള്ളത്. പക്ഷെ എനിക്കിത് രണ്ടും വിട്ടിട്ട് എനിക്ക് പൂച്ചക്കണ്ണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് പറയാം, വേറെ കണ്ണ് ഉള്ള, വേറെ കളർ കൃഷ്ണമണിയുള്ള ആളുകൾ എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ്. അതൊരു ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്തായാലും കോൺടാക്ട് ലെൻസ് വെക്കണല്ലോ, അപ്പോൾ ഞാൻ കളേർഡ് ലെൻസ് വെക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പവർ ഇല്ലാത്ത ലെൻസസിനെ കുറിച്ചിട്ട്, അതായത് നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ലെൻസസിനെ കുറിച്ചിട്ട് പറയാം. അതിനകത്ത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് പറയാം കേട്ടോ. അതാണ് ഈ അക്വ ലെൻസിൻ്റെ ഈ ലെൻസസ് കേട്ടോ. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് മേടിക്കാവുന്നത്. ഭയങ്കര വിലക്കുറവ്. ഇത് 200 രൂപയാണ് കേട്ടോ ഉള്ളത്, 2 എണ്ണത്തിന് കൂടിയിട്ട്. നമുക്ക് ഓൺലൈനിൽ മേടിക്കുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും. അതല്ലെങ്കിൽ ലെൻസ് കാർട്ടിൻ്റെ ഷോപ്പുകളുണ്ടല്ലോ, അവിടെ പോവാം. അവിടെ പോയിട്ട് നമുക്ക് അവരിങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ തൃശ്ശൂരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ പിക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ടർക്കോയ്സ് ബ്ലൂ ആണ്. അതേപോലെ തന്നെ ഇത് ഡസ്കി ബ്രൗൺ, ഇത് കുറച്ചുകൂടി നാച്ചുറൽ ലുക്കാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്ട്രോമി ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഈ ഔട്ടർ, അതായത് കോൺടാക്ട് ലെൻസിൻ്റെ ഔട്ടർ ലെയറിൽ മാത്രമേ ഒരു കളറുള്ളൂ, ഉള്ളിലില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ കണ്ണിന് കുറച്ചുകൂടി, അതായത് കൃഷ്ണമണിക്ക് കുറച്ചുകൂടി വലിപ്പം തോന്നിക്കുക. അത് നല്ല രസമാണ് കാണാനായിട്ട്, ഭയങ്കര നാച്ചുറൽ ലുക്കാണ് കേട്ടോ. ഇത് വെക്കുമ്പോഴും ആളുകൾക്ക് മനസ്സിലാവാറില്ല ഞാൻ കോൺടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ടെന്ന്, പക്ഷെ എന്നാൽ ഒരു പ്രത്യേക ഭംഗിയായിട്ടും തോന്നാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വാൾനട്ട് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഇതും എൻ്റെ കണ്ണായിട്ട് നന്നായിട്ട് ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ കോൺടാക്ട് ലെൻസ് നമ്മൾ വെക്കുമ്പോൾ കറക്റ്റ് ഈ കളർ തന്നെയാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ കൃഷ്ണമണിയുടെ കളറിനനുസരിച്ചിട്ട് മാറും കേട്ടോ. പിന്നെ 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 മാച്ച ബ്രൗൺ അതുണ്ട്. അപ്പോൾ അങ്ങനെ പല കളേഴ്സിന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡെയിലി വെയർ ലെൻസസ് ആണ്. പലതരത്തിൽ വരുന്നുണ്ട്. ഡെയിലി വെയർ ഉണ്ട്, മന്ത്ലി വെയർ ഉണ്ട്, അതേപോലെ തന്നെ 6 months ഉണ്ട്, അതേപോലെ വർഷക്കണക്കിനുള്ളതും ഉണ്ട് കേട്ടോ. യൂഷ്വലി നമ്മൾ കളേർഡ് ലെൻസ് പവറൊന്നും ഇല്ലാത്തത് എപ്പോഴും എല്ലാവരും ഡെയിലി വെയർ എന്നല്ല പറയാം, ഡെയിലി ഡിസ്പോസിബിൾ എന്ന് വേണം പറയാനായിട്ട്. ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എടുത്തു കഴിഞ്ഞാൽ അത് കളയാന്നുള്ളതാണ്. അത് നമുക്ക് എടുത്ത് വെച്ച് യൂസ് ചെയ്യാന്നുള്ള പരിപാടിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കളേർഡ് ലെൻസ് യൂസ് ചെയ്യണം, എങ്ങനെയുണ്ടെന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക അക്വ ലെൻസിൻ്റെ ഇതാണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്, കണ്ണിൽ വെച്ചാൽ അങ്ങനെ ബുദ്ധിമുട്ടില്ല. ചിലർ പറയാറുണ്ട് ഈ ലെൻസിന്
കുറച്ചും കൂടി കട്ടി കൂടുതലാണ്. ഓലൻസ് ഒക്കെ ഉണ്ടല്ലോ, ഓലൻസ് ഒക്കെ അടിപൊളി ബ്രാൻഡാണ് കേട്ടോ. അതിനേക്കാളും കുറച്ചും കൂടി കട്ടി കൂടുതലുള്ള കാരണം നമുക്ക് കണ്ണിൽ വെക്കുമ്പോൾ തടയണ പോലെ തോന്നുന്നു. ആദ്യം ചിലപ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും, അതല്ലാണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാകുമ്പോൾ വേറൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിലും നമുക്ക് അടുത്തുള്ള കടയിൽ പോയിട്ട് കളറ് നോക്കി മേടിക്കാവുന്നതാണ്. അപ്പോൾ അഫോർഡബിൾ ആണ്, പെട്ടെന്ന് നമുക്ക് കിട്ടണതാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പ്രത്യേക സൊല്യൂഷനൊന്നും മേടിക്കണ്ട. ഇതെടുത്ത് ഡയറക്റ്റ്ലി നമുക്ക് ഫിംഗേഴ്സിലെടുത്തിട്ട് കണ്ണിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കളയാട്ടോ, പിന്നെ വെക്കരുത്, അങ്ങനെ ചെയ്യരുത് കേട്ടോ. കണ്ണ് നമുക്കറിയാലോ, നമ്മളിങ്ങനെ പറയല്ലോ കണ്ണെന്ന് വെച്ചാൽ എത്ര വാല്യുബിളാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നൊക്കെ പറയാൻ സത്യം എനിക്കെന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പലപ്പോഴും മോഹം തോന്നിയിട്ടുണ്ട്, അയ്യോ പണ്ടത്തെ പോലെ തന്നെ എനിക്ക് ശരിക്കുള്ള കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന്. ശരിക്ക് ഒന്നുമല്ല എന്ന് വെച്ചാൽ ചെറിയ പവറൊന്നും അത് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അതിലും വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ പറയാം, കണ്ണിൻ്റെ വില അത് കുറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുക. അതുകൊണ്ട് ഒരു തരത്തിലുള്ള കോംപ്രമൈസും കാര്യങ്ങളും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒരു തവണ വെക്കാൻ പാടുള്ളൂ. ഡെയിലി ഡിസ്പോസിബിൾ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം, തന്നെ പിന്നെ യൂസ് ചെയ്യരുത്, എടുത്തു കഴിഞ്ഞാൽ കളയണം. ഓക്കെ, പിന്നെ ഇത് വെക്കുക ഊര എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നാലും ഇവിടെ കാണിക്കാം കേട്ടോ. ഫസ്റ്റ് കൈ നന്നായിട്ട് കഴുകുക. അത് കഴുകുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സോപ്പ് ഇട്ടിട്ടൊക്കെ കഴുകി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ കഴുകിയാൽ മാത്രം പോരാ. സോപ്പ് കളഞ്ഞിട്ട് പിന്നെയും കൈ നന്നായിട്ട് വെള്ളം വെച്ച് വാഷ് ചെയ്യണം. സോ ദാറ്റ് ആ സോപ്പിൻ്റെ ഒരു ബാക്കി നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നീറുട്ടോ, ഭയങ്കരമായിട്ട് നമ്മുടെ കണ്ണ് നീറും, ഒരുപാട് കണ്ണിന്ന് വെള്ളം വരികയൊക്കെ ചെയ്യും. പിന്നെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല നീറ്റായിട്ടുള്ള കൈ ആയിരിക്കണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് ഈ ഫിംഗേഴ്സ്, ഏത് ഫിംഗേഴ്സാണ് നമുക്ക് കംഫർട്ടബിൾ അതിലിങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് കണ്ണിൻ്റെ ഉള്ളിൽ വെക്കാം. പലരും പല തലത്തിലാണ് വെക്കുക. നമുക്ക് ജസ്റ്റ് കണ്ണിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കൂടുതൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ വൈറ്റ് ഭാഗമില്ലേ, കൃഷ്ണമണീനെ ഇങ്ങോട്ടേക്ക് നീക്കും. എന്നിട്ട് ഈ വൈറ്റ് ഭാഗത്ത് ലെൻസ് വെക്കും. എന്നിട്ട് ഞാൻ കൃഷ്ണമണി ഇങ്ങനെ ആക്കുമ്പോൾ ആ ലെൻസിൻ്റെ ഉള്ളിലേക്ക് കൃഷ്ണമണി കടന്ന് അങ്ങനെ നിന്നോളും. പറയണ പോലെ തന്നെ എളുപ്പം. ആദ്യം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് കോൺടാക്ട് ലെൻസ് വെക്കണ വീഡിയോ എനിക്ക് തോന്നുന്നു 4 വർഷം മുമ്പറ്റേ ചെയ്തിട്ടില്ലെന്ന്. അത് കാണുമ്പോൾ മനസ്സിലാവും. ആദ്യമായിട്ട് വയ്ക്കുമ്പോൾ എനിക്കൊരു തടസ്സം പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ ആയി യൂസ് ചെയ്യണു, എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ആവാം ഇങ്ങനത്തെ. വല്ലപ്പോഴൊക്കെ ഒരു ദിവസം വല്ല ലുക്കിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ബ്രൈറ്റ്സ് ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ല, എന്നാൽ ഇപ്പോൾ പറയാം കേട്ടോ. ബ്രൈറ്റ്സ് ഒക്കെ ഇപ്പോൾ എല്ലാവരും വെക്കുന്നുണ്ട്. ആ ലുക്കിനും ഭംഗിക്ക് വേണ്ടിയിട്ടേ കളേർഡ് ലെൻസ് വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ കുറേ ബ്രൈറ്റ്സ് ഒക്കെ വേണ്ടാന്ന് പറയിച്ചാലും പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നിർബന്ധം പറയില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്നിട്ട് അന്നത്തെ ദിവസം ആദ്യമായിട്ട് വെക്കുന്നവരുണ്ട്, വെക്കാത്തവരും ഉണ്ട്. ഒരു ചോയ്സാണ് കേട്ടോ, വെക്കണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് നീറ്റായിട്ടുള്ള കൈയായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ കളേർഡ് ലെൻസിന് ഡിസ്പോസിബിൾ ആയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ പവർ ഇല്ലാത്തത് ആണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫ്രഷ് ലുക്കിൻ്റെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ ഫ്രഷ് ലുക്കിൻ്റെ പവർ ഉള്ളതാണ് മേടിക്കുക. ഇതിപ്പോൾ പവർ ഇല്ലാത്തതല്ലേ, ഇത് തന്നെ പവർ ഇല്ലാത്തതും കിട്ടും, പവർ ഉള്ളതും കിട്ടും. ഞാൻ അക്വാ ലെൻസിൻ്റെ പവർ ഉള്ളത് അധികം ഓപ്ഷൻസ് കണ്ടിട്ടില്ല. ഫ്രഷ് ലുക്ക് അങ്ങനെയല്ല. ഫ്രഷ് ലുക്കിന് നമുക്ക് പവർ ഉള്ളത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കളേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു 5 എണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഹേസൽ ബ്രൗൺ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഹേസൽ ബ്രൗണും അതേപോലെ തന്നെ ഗ്രേ, ഇത് രണ്ടും എനിക്ക് നന്നായിട്ട് സൂട്ട് ആവണ പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ പോലത്തെ ഡസ്കി ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ, അതേപോലെ തന്നെ ഡാർക്ക് ബ്രൗൺ ഐസ് ആണെങ്കിൽ നമുക്ക് ഫ്രഷ് ലുക്കിൻ്റെ ഹേസൽ ബ്രൗണും അതേപോലെ തന്നെ ഗ്രേ നന്നായിട്ട് ചേരും കേട്ടോ. എനിക്ക് കുറച്ച് വെറൈറ്റി വേണമെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്. ആ സമയത്ത് യൂസ് ചെയ്യുന്നതാണ് ഓലൻസ്. ഓലൻസിൻ്റെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക ഗ്രേ ആണ്. ഇതും പവർ ഉള്ളതാണ് കേട്ടോ. അതും എൻ്റെ 2 കണ്ണിനും 2 പവറാണ്. ഒരു കണ്ണിന് 1 point അങ്ങനെയാണുള്ളത്. അപ്പോൾ അത് ഒരു കണ്ണിന്, മറ്റേത് 2 ഉണ്ട്. അപ്പം അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ 2 പവറിനുള്ളതും 2 വ്യത്യസ്തമായിട്ടുള്ളതും നമ്മൾ മേടിക്കണം. അതേപോലെ റൈറ്റ് ഐയുടെ പവർ ഏതാണെന്ന് നോക്കിയിട്ട് അത് വെക്കാം, ലെഫ്റ്റ് ഐയുടെ പവർ ഏതാണെന്ന് നോക്കിയിട്ട് അത് വെക്കാം ആണ് ചെയ്യേണ്ടത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടത്, നമ്മുടെ കറക്റ്റ് പവർ ഉള്ളത് തന്നെ വെക്കുമ്പോൾ കണ്ണട വെക്കണതിൻ്റെ അത്ര ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല. അതായത് -4 താഴെ എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ പവർ അല്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കണ്ണട വെക്കുന്ന അത്ര തന്നെ ഉള്ളൊരു ക്വാളിറ്റി നമുക്ക് ലെൻസ് വെക്കുമ്പോൾ കിട്ടില്ല. ലെൻസിൽ കുറച്ചൊരു ക്ലാരിറ്റി കുറവായിരിക്കും എന്ന് പറയുന്നുണ്ട്.
പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ കൂടുതൽ നോക്കിയിട്ടില്ല. എല്ലാവരും അങ്ങനെ അവനവൻ്റെ പവർ തന്നെയാണ് മേടിക്കുക. നമ്മളിപ്പോൾ കൂടുതലായിട്ട് മേടിക്കുക വെച്ചാൽ എത്ര കൂടുതലുള്ളത് മേടിക്കും, അതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ലല്ലോ. അപ്പോൾ സെയിം പവർ ഉള്ളത് തന്നെ മേടിക്കുക എന്നുള്ളത്. പക്ഷെ -4-നേക്കാട്ടിനൊക്കെ കൂടുതൽ പവർ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. കണ്ണടയ്ക്കും അതേപോലെ പവർ ലെൻസിനും ഏകദേശം സെയിം കാഴ്ച തന്നെയാണ് വരിക എന്നാണ് പറയാം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിപ്പോൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. പിന്നെ എല്ലാവർക്കും കണ്ണട വയ്ക്കണം എന്നുണ്ടാവില്ല. എനിക്ക് പല ലുക്സ്, ഇപ്പം ഞാൻ സാരി ഉടുത്തിട്ടുള്ള ലുക്കാണ്, എനിക്ക് കണ്ണട വയ്ക്കാൻ ഇഷ്ടമില്ല അതിൻ്റെ ഒപ്പം. അപ്പോൾ ഞാൻ ഇത് വയ്ക്കും, അല്ലെങ്കിൽ ഞാൻ കണ്ണട വയ്ക്കില്ല, അത്രയേ ഉള്ളൂ. മെയിനായിട്ട് ഞാൻ ശ്രദ്ധിക്കാം, സ്ക്രീൻ നോക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ കണ്ണട വയ്ക്കുക. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ കണ്ണട വയ്ക്കും കേട്ടോ. പിന്നെ ഇത് ഓലെൻസ് അല്ലേ, അപ്പോൾ ഇത് നല്ലത്. ഓലെൻസിൻ്റെയും ഈ പറഞ്ഞ പോലെ ഹേസൽ ഭയങ്കര നല്ലതാണ്. ഹേസൽ അല്ലേ, അതിൻ്റെ എഴുതിയിട്ടില്ലല്ലോ. ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരണമെന്നുണ്ട്. നല്ല നാച്ചുറൽ ലുക്കല്ല തരിക. സോറി, നാച്ചുറൽ ലുക്കാന്നല്ല ഞാൻ പറയാൻ, അല്ല, കുറച്ച് വെച്ചിട്ടുണ്ടെന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ ഓലെൻസിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് പറയാം, ഭയങ്കര ലൈറ്റാണ് ഓലെൻസ്, വളരെ ലൈറ്റാണ്. ലെൻസിൻ്റെ കട്ടി വളരെ കുറവാണ്. അതാണ് എനിക്ക് അക്വാ ലെൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുറേ കൂടി കംഫർട്ട് ഉണ്ടാവും. പക്ഷേ കളേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് എടുത്തറിയുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ ബോഷൻ ലോംപിൻ്റെ ഉണ്ട്. അത് ഞാൻ 1-2 തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുക ഇത് തന്നെയാണ് കേട്ടോ. ഫ്രഷ് ലുക്ക്, അക്വാ ലെൻസ്, അതേപോലെ തന്നെ ഓ ലെൻസ്. ഇനി കുറേ പേർക്ക് കൈവച്ച് ഇടാനും അതേപോലെ തന്നെ എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും, എസ്പെഷ്യലി നഖമുള്ളവർക്ക്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഇങ്ങനത്തെ കിറ്റായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇങ്ങനത്തെ കിറ്റിൽ എന്താണെന്ന് വെച്ചാൽ ലെൻസ് ഉണ്ടാവും, ലെൻസിൻ്റെ സൊല്യൂഷൻ ഇട്ട് വെക്കാനുള്ള സാധനം ഉണ്ടാവും, അതേപോലെ തന്നെ ലെൻസ് വെക്കാനുള്ളൊരു ഇങ്ങനത്തെ ഒരു സാധനം, അതേപോലെ തന്നെ ലെൻസ് എടുക്കാനുള്ളൊരു പ്ലക്കറും ഉണ്ടാവും. പ്ലക്കർ എന്ന് പറയുമ്പോൾ പേടിക്കണ്ട കേട്ടോ, നമ്മുടെ ഐബ്രോസ് പ്ലക്ക് ചെയ്യണ പോലെ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അവർക്ക് ലെൻസിൻ്റെ ആ ഒരു പാക്ക് തുറക്കുക, എന്നിട്ട് ലെൻസിനെ ഇത് വെച്ചിട്ട് എടുക്കുക, എന്നിട്ട് നമുക്ക് കണ്ണിൽ വെക്കാവുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ലെൻസ് എടുക്കണം എന്നെങ്കിലാണെങ്കിൽ ഇങ്ങനത്തെ ഈ പ്ലക്കറിൽ ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ എടുക്കാവുന്നതാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തുമ്പാണ്, സിലിക്കൺ മെറ്റീരിയലിൽ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല കേട്ടോ. കൈ വെച്ച് പിഞ്ച് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നഖം ഉണ്ടെങ്കിൽ അത് കണ്ണി കുത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു കേസ് മേടിച്ചാൽ മതി കേട്ടോ. ഇത് ആമസോണിലൊക്കെ ഈസിലി അവൈലബിൾ ആണ്. ഇത് ലെൻസ് കേസും ഉണ്ട്. ലെൻസ് കേസ് നമുക്ക് ഈ ഡെയിലി ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇതൊക്കെ വെക്കുന്നവർക്ക്, അതായത് ഒറ്റ തവണ മാത്രം യൂസ് ചെയ്യുന്ന ലെൻസ് ആണെങ്കിൽ ഈ കേസിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നീട് ആർക്കാണ് ആവശ്യം, കുറേ പേര് മന്ത്ലി ലെൻസസ് യൂസ് ചെയ്യും, അതായത് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള ലെൻസ് മേടിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻസ് ഒരു തവണ ഉപയോഗിക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്വാ ലെൻസിൻ്റെ ഉണ്ട്, അതല്ലെങ്കിൽ ഫ്രഷ് ലുക്കിൻ്റെ പലതിൻ്റെ ഇങ്ങനത്തെ സൊല്യൂഷൻസ് മേടിക്കാൻ കിട്ടും. ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ ആ ലെൻസിനെ വാഷ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ലെൻസ് വെച്ചിട്ട് ഈ സൊല്യൂഷൻ വെച്ചിട്ട് നന്നായിട്ട് ആ ലെൻസിനെ വാഷ് ചെയ്യുക. അപ്പോഴൊക്കെ നമ്മുടെ കൈ ക്ലീൻ ആയിരിക്കണം കേട്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ കേസ് ഉണ്ടല്ലോ, ഈ കേസിൽ റൈറ്റും ലെഫ്റ്റും എഴുതിയിട്ടുണ്ട്. ചിലർക്ക് റൈറ്റും ലെഫ്റ്റും സെയിം പവർ ആയിരിക്കും, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് റൈറ്റും ലെഫ്റ്റും ഡിഫറെൻറ്റ് പവർ ആണുള്ളതെന്ന്. അപ്പം നമ്മളത് ശ്രദ്ധിച്ചിട്ട്, ഇതിനകത്ത് ഓൾറെഡി ഉണ്ടല്ലേ, ശ്രദ്ധിച്ചിട്ട് ഇതിൽ ആക്കി വെക്കുക കേട്ടോ, ഒഴിച്ചു വെക്കുക. ഒഴിച്ചു വെച്ചുകൊണ്ട് കാര്യം ആയില്ല. അപ്പോൾ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വല്ലപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ഇത് അടച്ചു വെച്ചാൽ കഴിഞ്ഞു. അല്ല, ഈ സൊല്യൂഷൻ, ഇതിനകത്തിരിക്കുന്ന സൊല്യൂഷൻ എല്ലാ ദിവസവും മാറ്റണം. അപ്പോൾ എന്താ വേണ്ടേ, അപ്പോൾ ഈ ലെൻസിന് നമ്മൾ ഇങ്ങനെ മാറ്റിയിട്ട് കൈകൊണ്ടോ വൃത്തിയായിട്ടുള്ള കൈകൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഈ സൊല്യൂഷൻ കളഞ്ഞിട്ട് അടുത്ത സൊല്യൂഷൻ ഒഴിക്കണം. അങ്ങനെ ഡെയിലി അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ ലെൻസ് ഇനി എത്ര ടൈറ്റായിട്ട് അടച്ചു വെച്ചു എന്ന് പറഞ്ഞാലും ഡസ്റ്റ് കയറാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണാണ്, സൂക്ഷിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു മാസത്തെ ലെൻസ് പറഞ്ഞ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഞാനിപ്പോൾ ഒരു തവണ ഉപയോഗിച്ചു, നമ്മൾ അത് കഴിഞ്ഞിട്ട് എടുത്തു വെച്ചിട്ട് നമ്മൾ പിന്നത്തെ മാസമാണ് എടുക്കണേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു മാസം ഞാൻ മുഴുവൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ, അപ്പം എനിക്ക് ഇത് തന്നെ ഉപയോഗിക്കാമെന്ന്. അല്ല കേട്ടോ, ലെൻസ് നമ്മുടെ എക്സ്പയറി, അതായത് അത് നോക്കുക, അത് കൂടാണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമല്ലോ. അപ്പോൾ ഇന്നാണ് ഞാൻ ഓപ്പൺ ചെയ്യണേ, ഇന്നിപ്പോൾ 1-ാം തീയതി വിചാരിക്കും. അപ്പോൾ 30-ാം തീയതിയോട് തന്നെ ലെൻസിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ അത്
ചീത്തയായി എന്തായാലും. ഒരു മാസത്തെ എക്സ്പയറി ആണെങ്കിൽ അത് എക്സ്പയർഡ് ആയെന്ന് തന്നെ അർത്ഥം. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കളയാന്നുള്ളതാണ് കേട്ടോ. 6 മാസത്തേക്കുള്ളത് മേടിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കൂടുതലും പ്ലെയിൻ ലെൻസസ് ആണ് കേട്ടോ കൂടുതൽ ആളുകൾ മേടിക്കുക. പവറുള്ള പ്ലെയിൻ ലെൻസസ് മേടിച്ചിട്ട് അവർ കൃത്യമായിട്ട് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പവറൊക്കെ ഉള്ള -9 ഒക്കെ ഒന്ന് ആലോചിച്ചു. -9 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ്സസ് വെക്കുകയാണെങ്കിൽ ശരിക്കും ഈ സോഡാ കുപ്പി പോലത്തെ ഗ്ലാസ്സസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് കുറേ പേർക്ക് ബുദ്ധിമുട്ടാണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് കോൺടാക്ട് ലെൻസസ് വെക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് എത്ര നേരം വെക്കാന്നുള്ളതും കൂടി പറയാം കേട്ടോ. അപ്പോൾ കോൺടാക്ട് ലെൻസസ് നമുക്ക് 8 മണിക്കൂറാണ് പറയാം, നമുക്ക് 10 മണിക്കൂർ വരെ വെക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റം തന്നെ വേണം കേട്ടോ. പിന്നെ കോൺടാക്ട് ലെൻസ് വെച്ച് കിടന്ന് ഉറങ്ങരുത്. ഈ കോൺടാക്ട് ലെൻസ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇതിനെ ബ്ലോക്ക് ചെയ്യാണ്. അപ്പോൾ അത് ഓക്സിജൻ സപ്ലൈ കുറവായിരിക്കില്ല. പക്ഷെ നമ്മൾ കണ്ണ് തുറന്നിരിക്കുമ്പോൾ പ്രശ്നമില്ല, അത് മാനേജായി പോയിക്കോളും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ല. പക്ഷെ കണ്ണടച്ച് നമ്മൾ ഉറങ്ങുമ്പോൾ എന്താ, ഓൾറെഡി ഇത് ബ്ലോക്കാണ്. പിന്നെ കണ്ണടച്ച് ഉറങ്ങുകയും കൂടി ചെയ്യുമ്പോൾ തീരെ ഓക്സിജൻ കിട്ടില്ല. അപ്പോൾ അത് ഒട്ടും നല്ലതല്ല, ഭയങ്കര പൊട്ടിയാ. അപ്പോൾ ഒരു കാരണവശാലും ലെൻസ് വെച്ച് ഉറങ്ങരുത് കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധയിലുണ്ടാവണേ. ലെൻസ് ഊരി നല്ല വൃത്തിക്ക് എടുത്തു വെക്കുക. ഇങ്ങനെ മന്ത്ലി ലെൻസാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതേപോലെ തന്നെ 6 മാസത്തേക്കുള്ള ലെൻസ് കിട്ടും. അതേപോലെ തന്നെ 1 വർഷത്തേക്കുള്ള ലെൻസ് കിട്ടും. റെഗുലറായിട്ടൊക്കെ ലെൻസ് യൂസ് ചെയ്യുന്നവർ അതാണ് യൂസ് ചെയ്യുക. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ലെൻസ് കൂടുതലും യൂസ് ചെയ്യണത് ഈ പറഞ്ഞ പോലെ ഒരു ലുക്സിന് വേണ്ടിയിട്ട്. പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ വെറുതെ കാഷ്വലി പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് കണ്ണട വെച്ചില്ലെങ്കിലും അങ്ങനെ കുഴപ്പമില്ല. കണ്ണട വെക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ എനിക്ക് അതും ബുദ്ധിമുട്ടില്ല. അതല്ല ഇപ്പോൾ സാരി കൊടുത്ത് അങ്ങനത്തെ ലുക്ക്, സെൽവാർ, പിന്നെ എന്തെങ്കിലും ഒരു ഫങ്ഷൻസിനൊക്കെ പോവുകയാണെങ്കിൽ, ഇവൻറ്റ്സിനൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ലെൻസ് വെക്കുക. അതൊക്കെ കളേർഡ് ലെൻസിനെ ഞാൻ കൂടുതൽ വെക്കുക. ഏറ്റവും അധികം ഞാൻ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഫ്രഷ് ലുക്കിൻ്റെ ഹേസലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അത് നല്ല നാച്ചുറൽ ലുക്കാണ്, രണ്ടാമത് നമ്മുടെ പവറിനുള്ളത് കിട്ടും. അക്വാ ലെൻസ് ഇതേ കണ്ടോ, ഇത് പവറില്ലാത്തതാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യും പവറില്ലാത്തത്. എനിക്ക് അക്വാ ലെൻസിൻ്റെ കളർ ഇഷ്ടമായതുകൊണ്ട് മാത്രം. അതല്ലെങ്കിൽ എനിക്കത്ര താല്പര്യമില്ല കേട്ടോ, കാരണം പവർ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യാം, ഇപ്പോൾ പവർ ഇല്ലാത്തവരാണ് ജസ്റ്റ് കളേർഡ് ലെൻസ് യൂസ് ചെയ്യണം എന്നാണെങ്കിൽ അക്വാ ലെൻസ് യൂസ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യാം. പിന്നെ ഡെയിലി ലെൻസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഇൻ കേസ് കോൺടാക്ട് ലെൻസ് എടുത്തു, നമ്മുടെ കയ്യിലെടുത്തു, താഴെ എങ്ങാനും പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ വല്ല കീറലോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കളയുക കേട്ടോ. അങ്ങനെ കീറലുള്ളതൊന്നും വെക്കരുത്. അതല്ല അതിന് പ്രശ്നമില്ല, ജസ്റ്റ് താഴെ പോയുള്ളൂ, അങ്ങനെയാണെങ്കിൽ നമ്മളത് എടുത്തിട്ട് ഈ ലെൻസ് സൊല്യൂഷനിൽ കഴുകുക. അപ്പോൾ ഡെയിലി ലെൻസ് ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി സൊല്യൂഷനിലാണ് ഉള്ളത്. അത് ജസ്റ്റ് എടുത്ത് വെച്ചാൽ മതി. പക്ഷേ ഇൻ കേസ് താഴെ പോകുക, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അത് തന്നെ യൂസ് ചെയ്യണം എന്നാണെങ്കിൽ ഈ ലെൻസ് സൊല്യൂഷൻ വെച്ചിട്ട് കഴുകാം കേട്ടോ. അപ്പോൾ ഒരു ലെൻസ് സൊല്യൂഷൻ ഉള്ളത് നല്ലതാണ്. അക്വാ ലെൻസിൻ്റെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വില കുറവാണ്, അധികം പ്രൈസ് ഒന്നുമില്ല, 200 സംതിങ് ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ലെൻസ് കേസ് നമുക്ക് ഫ്രീ ആയിട്ടും കിട്ടുന്ന, ലെഫ്റ്റും റൈറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ആവശ്യം വരുന്നത്, നമ്മൾ പവറുള്ള ലെൻസസ് ആണ് വെക്കുന്നത്, സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് 1 മാസത്തേക്കാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആവശ്യം വരും കേട്ടോ. അപ്പം അങ്ങനെയുണ്ട്. പിന്നെ വേറെ കാര്യങ്ങൾ നമ്മൾ ലെൻസ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിങ്ങനെ അധികം തിരുമ്പരുത്, അതൊരു കാര്യമുണ്ട്. അതേപോലെ തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ കുറേ പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കണ്ണടച്ചിട്ട് മറ്റേ പാഡ് വെച്ചിട്ട് ഇങ്ങനെ കോട്ടൺ പാഡ് വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കുമല്ലോ, കണ്ണിൻ്റെ ഉള്ളിൽ ലെൻസ് ഉണ്ടാവും. അപ്പോൾ അത് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഫ്രണ്ടിന് ഒരിക്കൽ അവൾ അങ്ങനെ ചെയ്തിട്ട് കണ്ണിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. പിന്നെ നോക്കുമ്പോൾ അവൾ കണ്ണ് തുറക്കുമ്പോൾ അവളുടെ ലെൻസ് കാണാനില്ല, അത് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ അവൾ ഭയങ്കര പാനിക് ആയിട്ടോ, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ആയിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ അതിന് നിൽക്കണ്ടല്ലോ, ബെറ്റർ നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ലെൻസ് ഊരി മാറ്റി കളയുക. ഡെയിലി ഡിസ്പോസിബിൾ ആണെങ്കിൽ ഊരി മാറ്റി കളയുക. അതെല്ലാം എടുത്ത് വെക്കേണ്ടതാണെങ്കിൽ എടുത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് ശ്രദ്ധിക്കാം. കോൺടാക്ട് ലെൻസ് വെച്ച് ഉറങ്ങരുത്, അത് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ കൈ നല്ല വൃത്തിയായിട്ടുണ്ടാവണം യൂസ് ചെയ്യുമ്പോൾ. പിന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ കേസിൽ തന്നെ വെച്ച് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ നഖം ഉണ്ടെങ്കിൽ, ഇപ്പം ഇത്രയും നഖമൊക്കെ പിന്നെയും കുഴപ്പമില്ല കേട്ടോ, എനിക്ക് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നഖം ആണെങ്കിലും കുഴപ്പമില്ല, പിഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ലോങ് നെയിൽസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു കിറ്റ് മേടിച്ച് വയ്ക്കുക. ഇതിൻ്റെ പ്ലക്കർ, മെയിനായിട്ട് പ്ലക്കറും അതേപോലെ കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനവും മേടിച്ചിട്ട് അത് വെച്ചിട്ട് കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യാവുന്ന കേട്ടോ. വേറെ ഇതിന് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല.
എപ്പോഴാണ് സൈഡ് എഫക്ട്സ് വരുന്നത് വെച്ചാൽ നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ കാര്യം പറയണ പോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് വെച്ചതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്ട്സും കാര്യങ്ങളും വരുന്നില്ല. പകരം എന്താണ്, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, റിമൂവ് ചെയ്യേണ്ട സമയത്ത് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമുക്ക് മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും ടാമ്പോൺസ് ആണെങ്കിലും ഒക്കെ പ്രശ്നം വരുന്നത്. സെയിം തന്നെയാണ് പാഡ്സിൻ്റെ കാര്യം, അതേപോലെ തന്നെ ഇതും. കോൺടാക്ട് ലെൻസ് വെക്കണോണ്ട് അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. കുറേ പേർക്ക് കണ്ണട വെക്കണത് ഇഷ്ടമല്ല. ഈ കോൺടാക്ട് ലെൻസ് വെക്കേണ്ട ഒരു പേടി കാരണം വെക്കാത്തവരുണ്ട്. അവരോട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. നോ ഇഷ്യൂസ്, നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഞാൻ രാവിലെ വെച്ചതാണ് ഇടുന്നത്. ഇപ്പം നിങ്ങൾക്ക് കളറൊന്നും വേണ്ട, എനിക്കിഷ്ടമല്ല കളറ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഗെയിൻ അക്വാ ലെൻസിൻ്റെ പവർ ഉള്ളത് സോറി അങ്ങനെയാണെങ്കിൽ നമുക്ക് അക്വാ ലെൻസിൻ്റെ കളറുള്ള പവറുള്ള ലെൻസസ് അക്വാ ലെൻസിൽ കിട്ടാൻ പാടാ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറില്ല, പ്ലെയിൻ ആണ്, പക്ഷെ നമുക്ക് നമ്മുടെ പവറിനനുസരിച്ച് നോക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നല്ല അഫോർഡബിൾ ആണ്. ഇതിന് എത്രയാണെന്നറിയോ, ഒരു പാക്കറ്റിൽ 10 എണ്ണം ഉണ്ടാവും. 10 എണ്ണത്തിന് 200 സംതിങ് ആണ് കേട്ടോ. അല്ല കേട്ടോ, 300 സംതിങ് ഉണ്ട്. 399 പക്ഷെ 399 ഇല്ല കേട്ടോ. ഞാൻ മേടിക്കുന്ന സമയത്ത് 299 ഞാൻ നൈക്കന്ന് മേടിച്ചത്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക ഇതിലെല്ലാത്തിലും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഷോപ്പിലും പോയി മേടിക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലുണ്ടെന്നേ നമുക്കറിയും, അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. നമ്മൾ കണ്ണട വെച്ച് അതേ ക്ലാരിറ്റിയിൽ നമുക്ക് കാണാനൊക്കെ പറ്റും. മുഖം കഴുകണോണ്ടൊന്നും ബുദ്ധിമുട്ടില്ല, പക്ഷെ ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ അങ്ങനെ ആക്കണ്ട കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ മുഖം കഴുകിയ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കളറൊന്നും ഇല്ലാത്ത ഡെയിലി ഡിസ്പോസിബിൾ ലെൻസസ്, പവറുള്ള ലെൻസസ് വേണമെങ്കിൽ, പ്ലെയിൻ ആയിട്ടുള്ളത് വേണമെങ്കിൽ അതും നമുക്ക് അക്വാ ലെൻസിൽ അവൈലബിൾ ആണ്. അപ്പോൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആരെങ്കിലും സ്ഥിരമായിട്ട് കോൺടാക്ട് ലെൻസസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. എന്താണ് ഞാൻ പറഞ്ഞത് കൂടാണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതും പറയണം. അതേപോലെ വേറെ എന്താ പറയേണ്ടത്, അത്രേ ഉള്ളൂ. കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇന്നത്തെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് ആമസോൺ എന്നുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ആമസോണും അല്ല കേട്ടോ, മീഷോ എന്നുള്ള ക്രോപ്പ് ടോപ്പാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്രോപ്പ് ടോപ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആമസോൺ എന്നുള്ളൊരു സാരിയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ജുംക്ക കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ ആലിയ ഭട്ട് ഇൻസ്പയർഡ് ലുക്കും ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ആ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ തപ്പി ഇടാട്ടോ. കുറേ നാൾ മുമ്പ് മേടിച്ചതാണ്. അപ്പം ഞാൻ എത്ര നോക്കിയിട്ടും കാണാനില്ല, അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ എന്തായാലും നോക്കി കണ്ടുപിടിച്ച് വെക്കാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് എടുത്ത് കുട്ടി ബെല്ലൈക്കുണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ മതി. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.